പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട 2 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കൊച്ചിയിൽ ഇന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു കോടതി വിധി ഉണ്ടായിട്ടുണ്ട്. പാചകവാതക സിലിണ്ടറിൻ്റെ അളവിൽ IOC തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ നഷ്ടപരിഹാരമായി 50,000 രൂപ കോടതി ചെലവിലേക്ക് 10,000 രൂപയും നൽകാൻ വേണ്ടി വിധി ഉണ്ടായിട്ടുണ്ട്. രേഖപ്പെടുത്തിയ അളവിലും തൂക്കത്തിലും കുറവായതിനെ തുടർന്ന് എറണാകുളം തൃക്കാക്കര ചെമ്പുമുക്ക് സ്വദേശി CB കുര്യനാണ് ഓയിൽ കമ്പനിക്കെതിരെ കോടതിയെ സമീപിച്ചത്. നഷ്ടപരിഹാരം നൽകാൻ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതിയാണ് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. പരാതിക്കാരന് ലഭിച്ച സീൽ ചെയ്ത സിലിണ്ടറിൽ പതിവിന് വിപരീതമായി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുറ്റി കാലിയായി. ലീഗൽ മെട്രോളജി വകുപ്പിൻ്റേതടക്കമുള്ള വിവിധ സംഘത്തിൻ്റെ റിപ്പോർട്ടുകളും മറ്റ് തെളിവുകളും അടിസ്ഥാനത്തിലാണ് സിലിണ്ടറിൻ്റെ ഗ്യാസിൻ്റെ കുറവ് കോടതി രേഖപ്പെടുത്തിയത്. ലീഗൽ മെട്രോളജി വകുപ്പ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഫില്ലിംഗ് സ്റ്റേഷനിൽ 2017 ഫെബ്രുവരി 22 നടത്തിയ മിന്നൽ പരിശോധനയിൽ നിറ സിലിണ്ടറുകളിൽ കുറവ് കണ്ടെത്തിയിരുന്നു. അന്ന് കമ്പനിക്കെതിരെ 7.5 ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു. ഇപ്രകാരമുള്ള സംഭവം പരാതിക്കാരൻ്റെ മാത്രം പ്രശ്നമല്ല എന്നും ഉപഭോക്താക്കൾക്ക് വിപുലമായ രീതിയിൽ ഗ്യാസിന്റെ അളവിൽ കൃത്രിമം നടക്കുന്നുണ്ട് എന്നും കൃത്രിമം നടത്തി ചൂഷണം നടത്തുന്നുണ്ട് എന്നും BB ബിനു അധ്യക്ഷനും വൈക്കം രാമചന്ദ്രൻ, ശ്രീവിദ്യ TN എന്നിവർ അംഗങ്ങളായ ബെഞ്ച് നിരീക്ഷിച്ചു. നിരവധി ഉപഭോക്താക്കൾ ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട് എങ്കിലും ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമുള്ള ഒരു ക്ലാസ് ലിഗേഷനിലൂടെ മാത്രമേ എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകാനാകൂ. അതിനാൽ നഷ്ടപരിഹാരം പരാതിക്കാരന് മാത്രമാക്കി പരിമിതപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. ലഭിക്കുന്ന സിലിണ്ടറിന് ഇപ്പോൾ വലിയ വിലയാണ്. 1,100 രൂപയോളം നൽകണം. 1,100 രൂപക്ക് മുകളിൽ നൽകണം. പക്ഷേ എന്നിട്ടും ആ സിലിണ്ടറിലും തൂക്കക്കുറവുണ്ട്, തട്ടിപ്പുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണിത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവർക്കും കോടതിയിൽ പോകാനും അതിന് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാനുമുള്ള സമയവും അതുപോലെ പണവും ഉണ്ടാകുകയില്ല. അപ്പോൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ലഭിക്കുന്ന സിലിണ്ടറിന് കൃത്യമായ തൂക്കം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കൊല്ലം ജില്ലയിലെ ഗാർഹിക പാചകവാതക ഉപഭോക്താക്കളുടെ പരാതി പരിഹരിക്കുന്നതിന് ഈ 26-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അദാലത്ത് നടക്കും. ഓയിൽ കമ്പനി പ്രതിനിധികൾ, പാചകവാതക വിതരണ ഏജൻസികൾ, പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഉപഭോക്തൃ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. LPGയുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കുള്ള പരാതികൾ 24-ാം തീയതി വൈകുന്നേരം 5 മണി വരെ അതാത് താലൂക്ക് സപ്ലൈ ഓഫീസിൽ സമർപ്പിക്കാം. അദാലത്തിൽ നേരിട്ട് പരാതികൾ നൽകി തീർപ്പാക്കാവുന്നതുമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അളവ് തൂക്കത്തിലുള്ള പ്രശ്നം, അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് വലിയ തുക തന്നെ ചില ഏജൻസികൾ വാങ്ങുന്നുണ്ട്. 5 കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിക്കാൻ സൗജന്യമാണ്, അതിന് പണം നൽകേണ്ടതില്ല. അത് കഴിഞ്ഞാൽ ഓരോ 5 കിലോമീറ്ററിനും 20 രൂപ മുതൽ ചെറിയ തുക നൽകിയാൽ, പക്ഷേ ഏജൻസികൾ ഈ വലിയ തുക തന്നെ വാങ്ങുന്നു. ഏജൻസി ജീവനക്കാരോട് ഇതേക്കുറിച്ച് ചോദിച്ചാൽ അവർ തർക്കിക്കുന്നു, പണം വാങ്ങുന്നു. ഇത്തരമുള്ള പരാതികളും ഇതേപോലുള്ള അദാലത്തിലൂടെ സമർപ്പിക്കാവുന്നതാണ്. ഇതിപ്പോൾ കൊല്ലം ജില്ലയിലെ മാത്രം അദാലത്താണ്. ബാക്കിയുള്ള ജില്ലകളിലും ഇതുപോലുള്ള അദാലത്തുകൾ ഉണ്ടാകും. അതെല്ലാം ചാനലിലൂടെ അറിയിക്കുന്നതാണ്. പല ആളുകളും സംശയമായി ചോദിച്ചിരുന്നു, ഇപ്പോൾ സബ്സിഡി ഉജ്ജ്വൽ യോജന പദ്ധതിയിലാണ്. അപ്പോൾ ഉജ്ജ്വൽ യോജനയിൽ പദ്ധതിയിലേക്ക് നിലവിൽ ഗ്യാസ് ഉള്ളവർക്ക് മാറാൻ കഴിയുമോ എന്നുള്ള പല സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് പറയാനുള്ളത്, നിലവിൽ ഗ്യാസ് ഉള്ളവർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് മാറാൻ കഴിയില്ല. ഗ്യാസ് കണക്ഷൻ നിലവിൽ ഇല്ലാത്തവർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അപേക്ഷിച്ചാൽ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള ഗ്യാസ് സിലിണ്ടർ ലഭിക്കും. അത് ഗ്യാസ് കണക്ഷൻ ലഭിക്കും. അത് സൗജന്യമായിരിക്കും. ഗ്യാസ് സ്റ്റൗവും ഒരു സിലിണ്ടറും സൗജന്യമായി ലഭിക്കും. പിന്നീട് നമ്മൾ റീഫില്ല് ചെയ്യുന്ന ഓരോ സിലിണ്ടറിനും 200 രൂപ വീതം സബ്സിഡിയും ലഭിക്കും. പക്ഷേ ഇത് മുൻഗണനാ വിഭാഗം, നിലവിൽ ഗ്യാസ് ഇല്ലാത്ത ആളുകൾക്ക് മാത്രമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്കുള്ള അപേക്ഷ നിർത്തിവച്ചിരിക്കുകയാണ്. എന്തായാലും ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.